ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുവിൻ്റെ മുടി ഒന്ന് വെട്ടണം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വസീമയുടെ അടുത്ത് ചോദിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വസീമയുടെ അടുത്ത് മുടി വെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇച്ചുവിനെ മുടി വെട്ടാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം മതിയായിരുന്നു. കാരണം മേളൊന്നും ഞങ്ങൾ എടുത്തില്ല, സൈഡ് രണ്ടും മാത്രം ഒന്ന് എടുത്തിട്ടുള്ളായിരുന്നു. ഇക്കയുടെ മുടി ശരിക്കും വളർന്നതുകൊണ്ട് ഇക്കയും നേരെ മുടി വെട്ടാൻ വേണ്ടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹെയർ ഓഗസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹെയർ കട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് ഷോർട്ട് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇക്കടുത്ത് ചോദിച്ചപ്പോൾ ഇക്ക അവർ വെട്ടിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇക്കയ്ക്ക് മുടി വെട്ടുന്നത് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇക്കയ്ക്ക് ഒത്തിരി മുടിയും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ഷോർട്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സ്പായും കാര്യങ്ങളൊക്കെ എനിക്ക് വസീംബായി തന്നെയാണ് ചെയ്തു തരാറ്. പിന്നെ ഇച്ചുവിന്റെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ വസീംബായി തന്നെയാണ് ഇച്ചുവിന്റെ ഹെയറും കട്ട് ചെയ്യാറ്. നമ്മൾ പറയുന്ന മോഡലിലൊക്കെ നമുക്ക് വെട്ടിത്തരും, നല്ല തൃപ്തിയായിട്ട് നമുക്ക് ചെയ്തു തരും. ഹെയർ നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഇക്കാക്കൊക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വെട്ടിയത്. പിന്നെ പണ്ട് തൊട്ട് ഞാൻ ഈ ഹെയർ ഒന്നും കെയർ ചെയ്യത്തില്ല, അപ്പൊ എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചുവിന്റെ മുടിയും വെട്ടി എന്റെ മുടിയും വെട്ടി ഇക്കയുടെ ഹെയറും കട്ട് ചെയ്തിട്ട് ഇക്കക്ക് ഓയിൽ മസാജിങ് ഒക്കെ ചെയ്യുന്നേ ഉള്ളായിരുന്നു. ഇക്ക 2-3 ദിവസം കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹെയർ കട്ട് ചെയ്യേണ്ട, അവിടെ പോയി ഒന്ന് ഓയിൽ മസാജ് ചെയ്യണം, തലക്കൊക്കെ ഭയങ്കര ഭാരം പോലെയെന്ന്. എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ ഹെയർ മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, വന്നിട്ട് ഉറങ്ങാൻ തോന്നുന്നു. അങ്ങനെ ഇക്കയുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഹെയറും വാഷ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.